ചില ചരിത്രകഥകൾ അങ്ങനെയാണ്. ചില സ്ഥലങ്ങളുടെ രൂപത്തെ അങ്ങനെ തന്നെ മാറ്റിക്കളയും. അത്തരത്തിൽ ഐതിഹ്യങ്ങൾ കൊണ്ടും രൂപം കൊണ്ടും സഞ്ചാരികളെയും തീർത്ഥാടകരെയും ഒരേപോലെ ആകർഷിക്കുന്ന ഒരു പ്രത്യേക ഇടമാണ് യാന. രൂപത്തിൽ മാത്രമല്ല, യാന എന്ന പേരിൽ വരെയുണ്ട് ഒരു നിഗൂഢത. കാടിന് നടുവിൽ എത്തിപ്പെടാൻ പോലും അല്പം ബുദ്ധിമുട്ടുള്ള ഇടത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കന്നഡ ഗ്രാമം വളരെ വിചിത്രമായ കല്ലുകളുടെ രൂപപ്പെടുത്തലുകൾ കൊണ്ടും പേരുകേട്ട സ്ഥലമാണ്. സാഹസിക സഞ്ചാരികളെ വെല്ലുവിളിക്കുന്ന, തീർത്ഥാടകരെ ഭക്തിയുടെ നിറവിലെത്തിക്കുന്ന യാനയുടെ ആ കഥകളിലേക്കാണ് ഈ യാത്ര. കൊടും കാടാണല്ലോ, നമുക്ക് വഴി തെറ്റിയ. പക്ഷെ നല്ല കയറ്റാണല്ലേ, സെക്കൻഡിൽ ഇവിടെ ആൾക്കാർ വരാനുണ്ട് എന്നാണ്. എന്തോ കന്നഡയിൽ എഴുതിയത് ഒരു അമ്പലത്തിൻ്റെ കാണിച്ചു. ഞങ്ങൾ യാന കേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് വഴി വന്നിട്ട് ഫൈനലി ഞങ്ങൾ ഇവിടെ ഒരു കൊടും കാട്ടിൽ അകപ്പെട്ട പോലെയാണ് ഇപ്പോൾ കാണാനുള്ളത്. പോകുന്ന വഴിയേ എത്ര കഠിനമോ അത്യാവശ്യം സ്ക്രാച്ചുകൾ വന്നിക്കുന്ന ബോർഡിന്, കാരണം പിന്നെ കുഴപ്പമില്ല. കുറേ നേരമായി ഞങ്ങൾ ഈ കാട്ടിനുള്ളിൽ കയറിയിട്ട്. ഗൂഗിൾ മാപ്പാണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. അവിടെ വഴി ചോദിക്കാനാണെങ്കിൽ അവർ റോട്ടിലില്ലതാണ്. ശ്രദ്ധിച്ചോട്ടോ. ഇല്ല, പൂന്തിൻ്റെ തോന്നുന്നു. ഞാൻ തോന്നുന്നു കണ്ടു വണ്ടികൾ പോയ മാർക്കുകളുണ്ട്. കാരണം ആ മാർക്കിൽ തന്നെ വിട്ടുകൊണ്ട് ഇതിൻ്റെ ഈ വണ്ടിയുടെ പ്രത്യേകത നല്ല വീതിയുണ്ട് ടയറിന്. അപ്പോൾ കുറച്ചൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അപ്പോൾ കുറച്ച് തിന്നായിട്ടുള്ള ടയറായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി ഇറങ്ങും. Are you sure? ഗ്ലാസ് കിട്ടില്ലല്ലോ. ഗ്ലാസ് കിട്ടില്ല, അതിൻ്റെ മുകളിൽ അതാ വലിയ പ്രശ്നം വരും. ഇറങ്ങിയോ രണ്ട് ടയർ പോയിട്ടുണ്ടല്ലോ. അവന്റെ ചെറിയ വണ്ടിയായിരുന്നോടാ. അവന്റെ ചെറിയ വണ്ടിയാണ്. ടയറിന്റെ ഡിസ്റ്റൻസ് എല്ലാ വണ്ടിക്കും സെയിം ആയിരിക്കില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ടയർസ് പൊട്ടില്ലാന്ന് വിചാരിക്കാം. ഓഫ് റോഡിങ്ങിന് പറ്റിയ സ്ഥലമല്ലേ? ഓഫ് റോഡിങ്ങിന് പറ്റിയ സ്ഥലമല്ലേ? ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? നീ പോയിക്കോ. ജസ്റ്റ് കറക്റ്റ് വഴിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പാളിക്കഴിഞ്ഞാൽ വണ്ടി തട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ മുന്നൊരു ആൾട്ടോ പോയി, പക്ഷെ അതിന് ആൾട്ടോ എന്തായാലും ഇതിലും വലിയത് ചാടിക്കടന്നവനാണ്. തിരിച്ച് ഈ വഴിയൊന്നും ഇറങ്ങണ്ട അല്ലല്ലേ? ഇനി ഈ വഴിയൊന്നും വരില്ല. ഇത്രയും ദുർഘടമായ റോഡിൽ കൂടെ പോയെന്ന് കാണിക്കായിരുന്നല്ലേ? അവിടുത്തെ അത്ര വീതി ഇവിടെ അല്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അറ്റത്തേക്ക് ഒരു ഡൗട്ട്. അവനെ മുന്നിൽ വിട്ടു. അതാണ് എൻട്രി. കണ്ട അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടോ? വെള്ളം എന്തായാലും കിട്ടും. ഡൗണ്ട് വരെ റെസ്റ്റോറൻ്റ് അടക്കം ഉണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെ ഇടാം. മനുഷ്യന്മാരില്ലാത്ത സ്ഥലമൊന്നുമില്ല. ഓൾ ഗുഡ്.
ഓൾ ഗുഡ്, മനുഷ്യന്മാരില്ലാത്ത സ്ഥലമൊന്നുമല്ല. അങ്ങനെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട് യാന പാറക്കൂട്ടത്തിലേക്ക്. ഈ 3 കിലോമീറ്റർ കാട്ടിലൂടെയുള്ള നടത്തത്തിനിടയിൽ ഇതുപോലുള്ള ചെറിയ നീരുറവകളുള്ള അരുവികളൊക്കെ കാണാം. അവയൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ ആദ്യം എത്തുന്നത് ഗണപതി ക്ഷേത്രത്തിലാണ്. അവിടെ നിന്നും കാടിനകത്തേക്ക് കുറേ പടിക്കെട്ടുകളാണ് കാണാൻ കഴിയുന്നത്. ആ പടിക്കെട്ടുകളിലൂടെ വേണം മുകളിലോട്ട് കയറാൻ. അങ്ങനെ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് തലയുയർത്തി നിൽക്കുന്ന ഭീമാകാരനായ ഒരു പാറയാണ്. ഇതാണ് യാന പാറക്കെട്ടിലെ മോഹിനി ശിഖര. മീറ്ററാണ് മോഹിനി ശിഖര എന്ന് വിളിക്കുന്ന ഈ പാറയുടെ ഉയരം. ഇതിനു താഴെ വലിയൊരു ഗുഹയുണ്ട്. പക്ഷേ അവിടേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. മോഹിനി ശിഖരയിൽ നിന്നും കുറച്ചുകൂടി നടന്നതോടെ ഭൈരവേശ്വര ശിഖര എന്ന രണ്ടാമത്തെ പാറക്കൂട്ടവും എത്തി. ഭൈരവേശ്വര ശിഖരയുടെ താഴെയാണ് ഇവിടുത്തെ ശിവക്ഷേത്രം. സ്വയംഭൂവായ ശിവലിംഗമെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. അതിനു മുകളിലോട്ട് ഭൈരവേശ്വരനിലൂടെ ജലം ധാരധാരായി ഒഴുകും എന്നും പറയപ്പെടുന്നു. യാനയിലെ പാറക്കെട്ടുകൾ മിത്തുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസുര രാജാവായ ഭസ്മാസുരൻ കഠിന തപസ്സിലൂടെ ശിവനിൽ നിന്നും വരം നേടിയെടുത്ത് താൻ ആരെ തൊട്ടാലും അവൻ ഭസ്മമായി തീരണമെന്നായിരുന്നു ഭസ്മാസുരൻ നേടിയെടുത്ത വരം. കിട്ടിയ വരം ശിവനിൽ തന്നെ പരീക്ഷിക്കാൻ മുതിർന്ന ഭസ്മാസുരനിൽ നിന്നും ശിവൻ ഒളിച്ചോടി വിഷ്ണുവിനെ അഭയം തേടുന്നു. അങ്ങനെ ഭസ്മാസുരൻ നിഗ്രഹിക്കാൻ വിഷ്ണു മോഹിനി രൂപം പൂണ്ട് ഭസ്മാസുരനെ വശീകരിച്ച് നൃത്ത മത്സരത്തിനായി ക്ഷണിച്ചു. താൻ ചെയ്യുന്നതുപോലെ നൃത്തം ചെയ്താൽ ഭസ്മാസുരന് തന്നെ സ്വന്തമാക്കാമെന്ന് മോഹിനി പറഞ്ഞതനുസരിച്ച് ഭസ്മാസുരൻ നൃത്തത്തിന് തയ്യാറായി. മത്സരത്തിനിടയിൽ മോഹിനി സ്വന്തം ശിരസിൽ കൈവെക്കുന്നു. വരം കിട്ടിയതോർക്കാതെ ഭസ്മാസുരനും സ്വന്തം തലയിൽ കൈവെക്കുന്നതോടെ ചാരമായി തീരുന്നു. ആ സ്ഫോടനത്തിലാണ് പാറക്കെട്ടുകൾക്ക് കറുപ്പ് നിറമുള്ളതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതാണ് യാനയുടെ ഐതിഹ്യം. ഭസ്മാസുരനിൽ നിന്നും മൂടിയൊളിക്കുവാനായി പരമശിവൻ കറിയ പാറക്കൂട്ടമാണ് ഭൈരവേശ്വര ശിഖര എന്നറിയപ്പെടുന്നത്. വിശ്വാസങ്ങൾ ധാരാളം ഉറങ്ങിക്കിടക്കുന്ന ഇടമായതിനാൽ തീർത്ഥാടകരാണ് ഇവിടെ കൂടുതലായി എത്തുന്നത്. ഭൈരവേശ്വര ഗുഹ ശിവനുമായി ബന്ധപ്പെട്ടതായതിനാൽ നഗ്നപാതരായി മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ആ കൂറ്റൻ പാറയുടെ അടിവശത്ത് ഒരു ചെറിയ ക്ഷേത്രം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പും ഇവിടെയുണ്ട്. ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലമായതിനാൽ ഇവിടുത്തെ പ്രധാന ആഘോഷം ശിവരാത്രിയാണ്. ഗുഹയിലേക്ക് കയറാനായി ഇവിടെ പടിക്കെട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. 120 മീറ്ററാണ് ഭൈരവേശ്വരൻ്റെ ഉയരം. യാന ഒരു ചെറിയ വില്ലേജാണ്. ഉത്തര കർണാടക ജില്ലയിലെ കുംത ഫോറസ്റ്റിലാണിത്. ഇതിനടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ട്സ് മുരുഡേശ്വറും പിന്നെ ഗോകർണയുമാണ്. ഗോകർണയിൽ നിന്നും 50 കിലോമീറ്ററേ ഉള്ളൂ ഇവിടേക്ക്. വിദേശികളടക്കം നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് വരുന്നുണ്ട്. അസാധാരണമായ നിരവധി പാറക്കെട്ടുകൾക്ക് പേരുകേട്ടതാണ് ഈ സ്ഥലം. ഈ പരിസരത്ത് നിരവധി കറുത്ത സ്ഫടിക ശിലാരൂപങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഭൂരിഭാഗവും വളരെ ചെറുതാണ്. ഈ 2 കൂറ്റൻ പാറക്കെട്ടുകളാണ് യാനയെ ലോകം മുഴുവൻ അറിയപ്പെടാൻ ഇടയാക്കിയത്. മോഹിനി ശിഖരയ്ക്ക് 90 മീറ്റർ ഉയരവും ഭൈരവേശ്വര ശിഖരയ്ക്ക് 120 മീറ്ററുമാണ് ഉയരം. മനോഹരമായ പച്ച വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ 2 പാറക്കെട്ടുകളും ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. ഇതാണ് ഗുഹയുടെ ഉൾവശം. ഗുഹക്കുള്ളിൽ വെളിച്ചം കുറവാണ്. മുകളിൽ കാണുന്ന വിടവുകളിലൂടെ വെളിച്ചം മരിച്ചിറങ്ങുന്നുണ്ട്. മൊണോലിത്തിക് ഫോർമേഷനിൽ കാണപ്പെടുന്ന പാറക്കെട്ടുകൾക്ക് പലപ്പോഴും ഭീകരതയുടെ ഒരു മുഖമാണ്. വവ്വാലുകളുടെ സാമ്രാജ്യമാണ് ഗുഹകളിലെല്ലാം. അവയുടെ മണം പലപ്പോഴും അസഹനീയമായി അനുഭവപ്പെടുന്നുണ്ട്. പുറത്തു നല്ല വെയിലാണെങ്കിലും ഗുഹക്കാലത്ത് നല്ല തണുപ്പ് തന്നെയാണുള്ളത്. പാറക്കെട്ടുകളുടെ മുകളിലെല്ലാം തേനീച്ചക്കൂടുകൾ ധാരാളമായി കാണാം. തേനീച്ചകളുടെ അപകടത്തെക്കുറിച്ചുള്ള ജാഗ്രതാ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്.
ട്രെക്കിംഗ്, കേവ് എക്സ്പ്ലോറേഷൻ, റോക്ക് ക്ലൈംബിംഗ് തുടങ്ങിയവയ്ക്ക് ഉചിതമായ സ്ഥലമാണ് യാന. ട്രെക്കിങ്ങിൽ താൽപ്പര്യമുള്ള ആളുകൾക്ക് പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടം. സഹ്യാദ്രി മലനിരകളിലൂടെ കാടിൻ്റെ സുഖങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണ് പ്രധാന ആകർഷണം. ഒരു കാലത്ത് ഇവിടുത്തെ 2 പാറക്കെട്ടുകൾക്കും അടുത്തേക്കുള്ള യാത്ര വളരെ പ്രയാസമേറിയതായിരുന്നു. സാഹസികതയും കായിക ശക്തിയും മനോബലവുമുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നീട് ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും എണ്ണത്തിൽ വർധനവുണ്ടായതോടെ ഇവിടേക്ക് റോഡുകൾ രൂപപ്പെടുകയായിരുന്നു. സാഹസികരെ സംബന്ധിച്ചിടത്തോളം അധികം തിരക്കുകളൊന്നുമില്ലാത്ത ഒരു മികച്ച ട്രെക്കിംഗ് സ്പോട്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ ആകർഷണം. യാനയിലെത്തുന്നവർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട മറ്റൊരിടമാണ് വിഭൂതി വെള്ളച്ചാട്ടം. ഒരു അരുവി പോലെ ശാന്തമായി പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ള ഭംഗി വർദ്ധിപ്പിക്കുന്നു. ട്രക്കിങ്ങിനു ശേഷം വിഭൂതി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാണ് കൂടുതൽ പേരും ഇവിടെ നിന്നും മടങ്ങാറ്. ഇതൊക്കെയാണ് യാനയുടെ വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് മൈ ചാനൽ, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ദ വീഡിയോ.